പക്ഷെ ആളുകൾ വെപ്രാളം കയറി പെണ്ണുങ്ങളും കൂടി തുടങ്ങിയല്ല എന്ന് വെച്ചാൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്തണയാണ് നല്ലത് സാറേ. ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്കൊരു കുടിക്കുന്ന ഒരു ഇത് ഒന്ന് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് മനസ്സമാധാനം കിട്ടും. മാസത്തിൽ ഒന്നെന്നുള്ളത് ഒരു 5 ദിവസം ആക്കിയാലും യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ആ ഒരു ദിവസം അങ്ങ് പോട്ടെ, അതിൻ്റെ ലാഭം വേണ്ട അവർക്കല്ലേ. എന്നാലും അവർ തലേ ദിവസം അവർ വിറ്റെല്ലാം ശരിയാക്കി വരെയല്ലേ. പിന്നെ ഈ ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടി അവരെന്തിനു മെനക്കിടന്ന്. ചേട്ടാ, സംസ്ഥാനത്ത് 1-ാം തീയതി ഈ ഡ്രൈ ഡേ ആണല്ലോ, അതായത് മദ്യം കിട്ടൂല. അപ്പോൾ ഇനി മുതൽ മദ്യം ലഭിക്കും എന്നുള്ളൊരു ആലോചനയിലാണ് സർക്കാർ. അത് എത്രത്തോളം, എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അതാ നല്ല അഭിപ്രായം. എന്താണെന്നറിയോ, അത് നല്ല വിജയമായിരിക്കും. 1-ാം തീയതി നിർത്താതിരിക്കുന്നതാണ് നല്ലത്. ദാറ്റ്സ് ബെറ്റർ. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് 1-ാം തീയതി ആർക്കും പൈസ കാണത്തില്ല കയ്യിൽ. ദാറ്റ്സ് വൈ. പിൻവലിക്കരുതെന്ന് തന്നെയാണ്. ഒരു ദിവസം ഡ്രൈ ഡേ ആക്കണം, അന്നെങ്കിൽ റെസ്റ്റ് എടുക്കുക. അന്നാണ് കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത്. അതാണോ അഭിപ്രായം? ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവധി വേണം. അവധി വേണം, കൊടുക്കണം. ഈ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് പിൻവലിക്കുന്ന നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഈ ബ്ലാക്കിൽ മദ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ഇരട്ടി പൈസ. ഇവിടെ 400 ഒരു സാധനത്തിന് അവർ 800 രൂപ. പിന്നെ മദ്യം 2 കഴിക്കുന്നവന് വീണ്ടും ഒരു ആക്രാന്തം വരും. ആക്രാന്തം വരുമ്പോൾ പിന്നെ അവൻ 900, 1000 രൂപ എടുത്ത് മേടിക്കും. പക്ഷേ വീട് പട്ടിണിയായിരിക്കും. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ സാധാരണക്കാരന് പെൻഷൻ പോലും കൊടുക്കാതെ തൂത്തുവാരി തോന്നിയവരാണ്. മുഖ്യമന്ത്രി വിദേശത്തും കറങ്ങി നന്നായിട്ട് ജീവിക്കുന്നു. സാധാരണക്കാരന് നിവൃത്തിയില്ല. ഈ 10 രൂപ വണ്ടി ഓട്ടോ ഇട്ട് ഞങ്ങളെ പറ്റിച്ച് മന്ത്രി ഞങ്ങളെ പേരിൽ മത്സരിച്ച് ജയിച്ചു. ഓട്ടോ ലേലത്തിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ ഞങ്ങൾ പട്ടിണിയായി. എല്ലാ ബസ്സിലും മുക്കിലും മൂലയിലും. ഓട്ടോറിക്ഷക്കാരൻ്റെ ജീവിതം ഒന്ന് വളരെ കഷ്ടപ്പെട്ട ജീവിതം. ചേട്ടാ, സംസ്ഥാനത്ത് 1-ാം തീയതി, എല്ലാ മാസം 1-ാം തീയതി ഡ്രൈ ഡേ ആണ്, അതായത് മദ്യം കിട്ടൂല. അപ്പോൾ ആ ഒരു തീരുമാനം സർക്കാർ പിൻവലിക്കാനുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അത് പിൻവലിക്കരുതെന്നാണ് അത്. കാര്യം പാവപ്പെട്ട കുറേ കുടുംബങ്ങൾ ഈ മദ്യം കൊണ്ട് തന്നെ ഒരുപാട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആത്മഹത്യകളും എന്താ പറഞ്ഞത്, ഈ ശരിയല്ല അത്. ഒരു മാസം ഒരു ദിവസമെങ്കിലും അവധി വേണം. അതെ, പിന്നെ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്കൊരു കുടിക്കുന്ന ഒരു ഇത് ഒന്ന് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് മനസ്സമാധാനം കിട്ടും. സംസ്ഥാനത്ത് 1-ാം തീയതി ഡ്രൈ ഡേ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതായത് മദ്യം കിട്ടൂല. അപ്പോൾ ആ ഒരു തീരുമാനം സർക്കാർ പിൻവലിക്കാനുള്ള ഒരു ആലോചനയിലാണ്. അത് എത്രത്തോളം പ്രായോഗികമോ, എത്രത്തോളം സമൂഹത്തിൽ നല്ലത് വരുത്തും, അത് അതിൻ്റെ ഒരു അഭിപ്രായം? അത് നിർത്തുകയാണെങ്കിൽ നല്ലതാണ്. പയ്യന്മാർ നല്ല രീതിയിൽ ജീവിക്കും. പിന്നെ കുറേ വയസ്സായുള്ള ചാവും, മരിച്ചു പോവും. എന്ന് വെച്ചാൽ അവർക്കിത് കിട്ടാതിരിക്കുമ്പോഴേ വെപ്രാളം കയറും. കുറച്ചൊക്കെ മരിക്കും, കുറച്ചൊക്കെ നല്ലതാവും. എന്നുവെച്ചാൽ ലോകത്തിൽ ഈ കാര്യം നടക്കണേൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഭാര്യമാരെ അടിയും, അങ്ങോട്ട് തമ്മിലടിയും, പിന്നെ പയ്യന്മാർ കുടിച്ചു കൊടുത്ത് കെട്ടി തൂങ്ങിച്ചാവക്കോ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത് ഇങ്ങനെയുള്ള നടത്തണം നല്ലതാണ്. നടത്തിയാൽ കുറച്ച് നന്നായിരിക്കും. എന്നുവെച്ചാൽ ആളുകൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, തടസ്സങ്ങളുണ്ടാക്കും. ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് ഇത് നിർത്തിയാൽ ലോകം നല്ലതായിരിക്കും. എന്നുവെച്ചാൽ മന്ത്രിമാരായിരുന്നാലും പ്രധാനമന്ത്രിയായിരുന്നാലും ഇതിൽ മുൻഗണന എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ഈ ലോകത്ത് ചെയ്യുന്നത്. അതാണ് നല്ല കാര്യം. എന്നുവെച്ചാൽ സുരേഷ് സാറ് ജയിച്ചാൽ നല്ലതാണ് ഈ ലോകത്തിലേക്ക്. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങളെ സാറ് ചെയ്യുള്ളൂ. പക്ഷെ ആളുകൾ വെപ്രാളം കയറി പെണ്ണുങ്ങളും കൂടി തുടങ്ങിയല്ല എന്നുവെച്ചാൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്തണയാണ് നല്ലത് സാറേ. എൻ്റെ അഭിപ്രായം നിർത്തിയാൽ ഈ ലോകം നന്നായിരിക്കും. അല്ലാത്തതെല്ലാം നശിച്ചു പോകും. പയ്യന്മാരും പെമ്പിള്ളാരും എന്തിനാണ് നശിക്കുന്നത്? അവരെ ജീവിതം അവർക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്താണ് ചെയ്യണതെന്ന്. അവരിത് കുടിച്ചും കൊണ്ടാണല്ലോ പല ഈ ആളുകളെ അടിയും കുസ്തിയും റോട്ടിൽ ചാവണതും വെട്ടിക്കൊല്ലണതും അല്ല. അതുകൊണ്ട് ഞാൻ പറയണത് കുത്തിയും ചാവണ്ട, കുത്തിക്കൊല്ലേം വേണ്ട. ഇത് നിർത്തലാക്കിയാൽ നന്നായിരിക്കും. എൻ്റെ ഇതാണ്. നിർത്തലാക്കുന്നതാണ് നല്ലത്. ഏറ്റവും കുടുംബമെങ്കിലും രക്ഷപ്പെട്ടു. എത്ര എണ്ണം കിടന്ന് ഇടിയൊക്കെ കൂടണമെന്നറിയാമോ? കുറേ പെൺപിള്ളേർ തന്നെ ഇപ്പോൾ കുടിച്ചു തുടങ്ങി. അതുകൊണ്ട് നിർത്തലാക്കണ ഏറ്റവും വലിയ ഉപകാരം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവരുടെ മനസ്സിന് സമാധാനമായിട്ട് വീടുകളിൽ കിടക്കാമല്ലോ. അവരല്ലെങ്കിലും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും, അത് വേറൊരു സത്യം. എന്നാലേ ഒരു ദിവസം അടച്ചിടപ്പോഴത്തേക്ക് അത് വേണ്ടാന്ന് വെക്കണതാണ് സുഖം. അത് വേണ്ട, ആ ഒരു ദിവസം അങ്ങ് പോട്ടെ, അതിൻ്റെ ലാഭം വേണ്ട അവർക്കല്ലേ. എന്നാലും അവർ തലേ ദിവസം അവർ വിറ്റെല്ലാം ശരിയാക്കി വരെയല്ലേ. പിന്നെ ഈ ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടി അവരെന്തിനു മെനക്കിടന്ന്. അതുകൊണ്ട് ഇത് വേണ്ട എന്നുള്ളതാണ് പരിപൂർണ്ണ വിശ്വാസം. ഇപ്പോൾ ആകെ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഡ്രൈ ഡേ ആയിട്ടുള്ളത്. അപ്പോൾ
അതങ്ങനെ തന്നെ നിലനിന്ന് പോവേണ്ട ഒന്നാണ്. കാരണം എല്ലായിടത്തും അല്ല, ചില കുടുംബങ്ങളെങ്കിലും ആ ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ തികച്ചും ഭയങ്കര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. മാസത്തിൽ ഒന്നെന്നുള്ളത് ഒരു 5 ദിവസം ആക്കിയാലും യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അത് സർക്കാർ സ്വാഭാവികമായിട്ടും അല്ലാത്തുള്ളവർ ചിന്തിക്കും കുഴപ്പമില്ലാന്ന്. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക്, നേരിട്ടുള്ളവർക്കും അതിൻ്റെ പ്രയാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ഓരോ ദിവസം അത് ഓഫായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്.